Hello everyone, my name is Parvati Satish and I am going to introduce myself and what I do in a day, like every day, a routine in Malayalam. സോ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എണീക്കും. എല്ലാ ദിവസവും രാവിലെ ഞാനൊരു 5 മണിക്ക് എണീക്കും. 5 മണിക്ക് എണീച്ചതിന് ശേഷം ഞാൻ നേരെ ബാത്റൂമിൽ പോയി കുളിക്കും. ദിവസം 5 മണിക്ക് ഞാൻ കിടക്കും. അല്ല കുളിക്കുമോ നമ്മളെ ഇരുത്തിക്കൊണ്ട് അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എണീക്കും. എണീറ്റ് നിങ്ങൾ നോർമലായിട്ട് ഇരിക്കുക, അറിയാവുന്ന പോലെ. എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എണീക്കും. എണീറ്റതിന് ശേഷം ഞാൻ നേരെ പോയി കുളിക്കും. കുളിച്ച് ഫ്രഷായി ഞാൻ നേരെ അച്ഛന് അച്ഛൻ നോക്കാൻ നേരെ നോക്കി. എന്നിട്ട് ഞാൻ കുളിച്ചതിന് ശേഷം ഞാൻ നേരെ വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാൻ ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് അച്ഛൻ നോക്കല്ലേ എന്നെ, ക്യാമറ നോക്ക്. അച്ഛൻ ഇത് എനിക്ക് പ്രോപ്പറായിട്ട് അയക്കാൻ, ഇത് കട്ടി അയക്കുന്നേ. അത് കുഴപ്പമില്ല, ഞാൻ കട്ട് ചെയ്തോളാം. എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണിക്ക് ഞാൻ എണീക്കും. എണീറ്റതിന് ശേഷം ഞാൻ നേരെ പോയി കുളിക്കും. കുളിച്ച് ഫ്രഷായി ഞാൻ ആദ്യം ചെയ്യുന്നത് വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ പോകും. 1 2 3 go. അടുക്കളയിൽ പോയി ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം ഞാൻ റെഡിയാക്കും. വിളക്ക് കത്തിച്ച് 5 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ പോകും. അടുക്കളയിൽ പോയി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഉണ്ടാക്കും. ഉണ്ടാക്കിയിട്ട് ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ അച്ഛനെ പോയി വിളിക്കും. അച്ഛൻ അറിയാവുന്ന പോലെ ഗുഡായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരിക്കും രാവിലത്തെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് അച്ഛനെ വിളിക്കും. അച്ഛൻ അന്നേരം എണീക്കും. അച്ഛൻ കുളിക്കാൻ പോകും. അമ്മ ചിലപ്പോഴേ എത്തും. അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ കിടക്കും, ഞാനായിരിക്കും എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അച്ഛൻ എന്നിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ അച്ഛന് ഫുഡെല്ലാം കൊടുത്ത് കോഫി ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അച്ഛൻ ഓഫീസിൽ പോകും. അത് കഴിഞ്ഞ ശേഷം ഞാൻ അമ്മയെ വിളിക്കും. അമ്മയെ വിളിച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അമ്മയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തതിന് ശേഷം അമ്മ എണീറ്റിട്ടില്ല, അമ്മ കിടപ്പരോഗിയാ. അമ്മയ്ക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അമ്മയ്ക്ക് ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ തുണി കഴുകാനുണ്ടെങ്കിൽ തുണി കഴുകും. ട്രിപ്പ് തുണി കഴിക്കുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ വൈകിട്ട് എണീറ്റ് എന്നോട് പറയാം ചൂടില്ല, വെയിൽ കുറവാണ്. സന്ധ്യയൊക്കെ പറയാ വെയിൽ കുറവല്ലയോ. ഓക്കെ, പുറത്താണ് ഇവിടെ തുണി കഴുകുന്നത്. അപ്പം ഞാൻ പുറത്ത് പോയിട്ടാണ് തുണി കഴുകുന്നത്. തുണിയെല്ലാം കഴുകി വിരിക്കും. ഓക്കെ, തുണിയെല്ലാം കഴുകി വിരിക്കും. ഇവിടെ നല്ല വെയിലുണ്ട്. അപ്പം തുണിയെല്ലാം കഴുകി വിരിച്ചതിന് ശേഷം ഞാൻ റൂമെല്ലാം തൂത്ത് തുടയ്ക്കും.
തൂത്ത് തുടച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം ന്യൂസ് കാണും. ന്യൂസ് കണ്ട് ഇത് എന്റെ ഇൻട്രൊഡക്ഷൻ ആണോ നിന്റെ ഇൻട്രൊഡക്ഷൻ ആണോ? തൂത്ത് തുടച്ച് ഈ പറഞ്ഞെല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അമ്മ ഇതിപ്പോ ഞാൻ ചെയ്യുന്ന പോലെ തൂത്ത് തുടച്ച് റൂമെല്ലാം വൃത്തിയാക്കും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഓർഗനൈസ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്യും. പിന്നെ കുറച്ച് എക്സസൈസും ചെയ്യും. സൂംബയൊക്കെ ഉണ്ടെങ്കിൽ സൂംബയൊക്കെ ചെയ്യും. അല്ല, സൂംബയൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യും. ഇതാണ് എല്ലാ ദിവസവും ഞാനിവിടെ ചെയ്യും. അത് കഴിഞ്ഞിട്ടായിരിക്കും അമ്മ എണീറ്റ് വരുന്നത്. അമ്മ എണീറ്റ് വന്നിട്ട് ഉച്ചക്കലത്തേക്ക് ഞാൻ അമ്മയെ സഹായിക്കും. ഉച്ചയ്ക്ക് ചോറാണെങ്കിൽ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടി ഞാൻ അമ്മയെ സഹായിക്കും. എന്നിട്ട് ചോറുണ്ടാക്കുവാണെങ്കിൽ ചോറുണ്ടാക്കും. ചോറും കറിയൊക്കെ അന്നേരം ഓരോന്ന് പുതിയതൊക്കെ പഠിക്കാനും പറ്റും. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഞാൻ അങ്ങനെയാണ് സമയം പോകുന്നത്. ഫോണിൽ ഞാൻ വളരെ കുറച്ച് സമയമാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാനോ ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഞാൻ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇതാണ് എല്ലാ ദിവസവും ഞാനിവിടെ വന്നതിന് ശേഷം പറയും. പിന്നെ ഞാൻ എന്നും രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഞാൻ കിടക്കും. അതിനപ്പുറം ഞാൻ കിടക്കാറുള്ളൂ. അതിന് മുന്നേ ഞാൻ കിടന്നിരിക്കും. രാവിലെ ഒരു 5 മണിയാകുമ്പോൾ എണീക്കും. ഇതാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ. അപ്പോൾ താങ്ക് യു. എല്ലാം അമ്മ ചെയ്ത പണിയെല്ലാം പറഞ്ഞു. അല്ല മോള് ജൂൺ 1-ാം തീയതി വന്നൊക്കെ ഇതുവരെ പകൽ വെളിച്ചം കണ്ടിട്ടുണ്ടോ? എന്തോ വെയിലത്താ. ഞാൻ ഒരു ട്രിപ്പ് തുണി മൊത്തം ഉണങ്ങി വാരി പെരെ കൊണ്ട് ഇട്ടിട്ട് അടുത്ത ട്രിപ്പ് തുണി ഉണങ്ങി കുറച്ച് എടുത്തതിന് ശേഷം വീണ്ടും വിരിക്കുവാ ഞാൻ. അത് കൈകൊണ്ട് കഴുകി. ഞാൻ എല്ലാം നല്ല ഡ്രസ്സെല്ലാം ഞാൻ കൈകൊണ്ട് കഴുകിയിട്ടുണ്ട്. നോക്കി ഞാൻ ഡ്രസ്സ് കൈകൊണ്ട് കഴുകിയെന്ന് പറയട്ടെ. അത് ഞാൻ കട്ട് ചെയ്ത് ശരിയായിക്കോളാം. ചിരിക്കാതെ പറ്റത്തില്ല. കറക്റ്റായിട്ട് പറഞ്ഞു. നീ ചിരിക്കാതെ കറക്റ്റായിട്ട് ശരി, ഇത് ഞാൻ പറയട്ടെ. ഞാൻ ഡ്രസ്സെല്ലാം അച്ഛൻ്റെ അമ്മയുടെ എൻ്റെതും ഡ്രസ്സെല്ലാം ഞാൻ കഴുകുന്നത് കൈകൊണ്ടാണ്. കൈകൊണ്ട് കഴുകിയിട്ടാണ് ഞാൻ വിരിക്കുന്നത്. ഇവിടെ തന്നെ അശയുണ്ട്. അപ്പം അശയിൽ തന്നെയാണ് ഞാൻ വിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ തുണി കഴുകാറുണ്ട്. രാവിലെ തന്നെയാണ് കഴുകുന്നത്. ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണങ്ങും. വൈകിട്ട് ഞാനത് ഞാൻ തന്നെയാണ് എടുത്ത് മടക്കി അലമാരി. അങ്ങനെയാണ് എൻ്റെ ഒരു ഇത്. അപ്പം അച്ഛനും അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, മോള് പറഞ്ഞത് എല്ലാം 100% കറക്റ്റാണ്. ഞാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ മോൾ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് വരും. പിന്നെ എനിക്കിപ്പോൾ കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കുന്നതാണ് മോള്. പിന്നെ അതുപോലെ തന്നെ അവൾ വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് അവൾ കറക്റ്റായിട്ട് എണീക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ വിളക്കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവളാണ് വിളക്കെത്തിക്കുന്നത്. അതുകൊണ്ട് വിളക്കെത്തിക്കുന്ന ജോലി അവളെ ഏറ്റെടുത്തു. പിന്നെ ഷീജ എണീക്കുന്നതിന് മുമ്പ് അവൾ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയാക്കി ഞാൻ പോകാനായിട്ട് റെഡിയാവും. ഞാൻ പോകുമ്പോഴാണ് ഷീജ എണീക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി തുണിയെല്ലാം മടക്കി വെക്കും. ഇപ്പം ഷീജയ്ക്ക് ഇവിടെ വന്നതൊക്കെ ജോലി കുറവാണ് നടക്കുന്നത്. അത് വളരെ ഷീജയ്ക്കൊരു ഹെൽപ്പാണ്. കാരണം ഈ കാര്യങ്ങളെല്ലാം ഷീജ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പം അതുകൊണ്ട് അവൾക്കൊരു അച്ഛാണ് അവിടെ വന്നത്. അല്ലേ നല്ല നിനക്കൊരു ഹെൽപ്പാണ്. എന്തായാലും ഇത് തുടക്കത്തിൽ ഇങ്ങനെ പഠിക്കുന്ന നല്ലതാണ്. അതുപോലെ കറക്റ്റ് 10:30 ആകുമ്പം അവൾ ഉറങ്ങണമെന്ന് പറയും. 10:30 പോയി കിടന്ന് ഉറങ്ങും. സപ്പോർട്ട് എന്ന രീതിയിൽ പറഞ്ഞതാ. അപ്പോൾ താങ്ക് യു പറയട്ടെ. ഓക്കെ ഓക്കെ പറഞ്ഞു. മോള് വന്നതിന് ശേഷം എനിക്ക് ഞാൻ കുറേ ഫ്രീ ആയി. പിന്നെ ഞാനായിരുന്നു ഇത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല സപ്പോർട്ടാണ്, നല്ല ഹെൽപ്പാണ്. എല്ലാ കാര്യത്തിലും അവളെൻ്റെ കൂടെ തന്നെ വരും. എല്ലാം എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ തന്നെ വരും. എല്ലാം എന്ത് ചെയ്യുമ്പോഴും എൻ്റെ കൂടെ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാം. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Thank you.